പലരും പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. എന്നാൽ എൻ്റെ ശക്തമായും വ്യക്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ലെന്നാണ്. അതെന്തുകൊണ്ട് ഞാൻ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർ എത്ര നല്ലവരാണ്, എത്ര ഡെഡിക്കേറ്റഡ് ആണ് ഞങ്ങളുടെ എംപ്ലോയീസ് എല്ലാം. എന്നേക്കാൾ ആത്മാർത്ഥതയുള്ള ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയല്ല, അത്ര സിൻസിയർ ആയിട്ടുള്ള ആളുകൾ. എന്തെങ്കിലും നമ്മൾ സ്ഥാപനം ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇത്ര നാളെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ അവരെല്ലാം വരാറുണ്ട്. പല ഇലക്ഷൻ വരുമ്പോൾ അവർ വരും, അതുപോലെ പാർട്ടി സമ്മേളനം നടക്കുകയാണെങ്കിൽ വരും. ഞാനതെല്ലാം എല്ലാവരോടും എൻ്റെ ചിന്താഗതി എല്ലാ പൊളിറ്റീഷ്യൻസോടും ഒരു സമദൂര സിദ്ധാന്തം, എല്ലാവരോടും അങ്ങനെ ലോഹിയായിട്ട് തന്നെ പോകുന്നു. എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം അവർ ചോദിക്കുന്ന പൈസയല്ല, അങ്ങനെയൊന്നും അവർ ചോദിച്ചെന്നെ ശല്യം ചെയ്തിട്ടില്ല ഇന്ന് വരെ. സത്യമായിട്ടുള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ വരും, പറയും ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാനത് കൊടുക്കുന്നത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. 2020 മുതൽ ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു രൂപ പോലും ചോദിച്ചാരും വന്നിട്ടില്ല. വരും. ഞാൻ പറഞ്ഞു ഞങ്ങൾ 2020 വലിയ കെടുതി വന്നു. കാരണം അടച്ചുപൂട്ടി, കോവിഡ് വന്നതോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമായി, ഒന്നുമില്ലാത്ത രീതിയിലായി. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, സ്ഥലം എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ആ കാലങ്ങളിൽ ചിന്തിച്ചിരുന്നേ, ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൈസ കിട്ടൂല്ലോ എന്നാണ്. SBI ഞങ്ങളുടെ ബിൽഡിങ്ങിലായിരുന്നേ. മാസം തോറും നല്ല ഒരു എമൗണ്ട് വാടക കിട്ടുമായിരുന്നു. എറണാകുളത്ത് സ്ഥലമുണ്ട്, പെരുമ്പാവൂർ സ്ഥലമുണ്ട്, ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും വേണ്ടാണ്ടായി, ആരും സഹായിക്കാനില്ലാണ്ടായി. എൻ്റെ ദൈവമേ, അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരഞ്ഞ കാലങ്ങളായിരുന്നു. എൻ്റെ വീട് മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണ്. ഈ അടുത്തിടെ അവിടെ സ്ഥലം വിറ്റുപോയത് 35 ലക്ഷത്തിനാണ് സെൻറ്റിന്. അത്രയും വിലയുള്ള സ്ഥലം, 2 ഏക്കർ സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത്. പണ്ട് വെട്ടുകാട്ടിക്കാരുടെ ഇത് മേടിച്ചതൊന്നും ഇതിനകത്ത് വരുമില്ല, ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ എല്ലാം വീടടക്കം കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതൊന്നും ഓർത്ത് കുഴപ്പമില്ല, സത്യമാണ്. സ്ഥാപനം എങ്ങനെയെങ്കിലും നിലനിർത്തണം. കാരണം ഈ നല്ലവരായ മനുഷ്യർ, അവരെ ഒരിക്കലും അവർക്കൊരു പ്രയാസം വരരുത്. 2 മാസമാണ് 50% സാലറി കൊടുത്തോളൂ, ബാക്കി മുഴുവൻ സമയം മുഴുവൻ ശമ്പളവും കൊടുത്തു. വരുമാനം ഉണ്ടായിട്ടല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. 28 കോടി രൂപ ലോൺ എടുത്തു ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ ഒരാളെ പോലും നമ്മൾ ഒരിക്കലും പറഞ്ഞു വിട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. സ്ത്രീകളോട് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു വാക്കായിട്ട് മോശമായിട്ട് പറഞ്ഞാൽ പിന്നെ അവരോട് ഒരിക്കലും അവർക്ക് ക്ഷമ കൊടുക്കില്ല. കാരണം വരുമ്പോൾ തന്നെ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു മോഡൽ കൊടുക്കണമെങ്കിൽ ആ മോഡൽ ഇങ്ങനെ ഇത് കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഈ മോഡൽ ഇതിനകത്ത് എടുത്ത് വെച്ച് ട്രേക്കകത്ത് വെച്ച് അങ്ങ് കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ. ഒരിക്കലും എങ്ങനെ പറ്റില്ല, പരസ്പരം ഇങ്ങനെ എടുത്ത് കൊടുക്കണ്ടെന്ന് പറയും. കാരണം ഏതെങ്കിലും നാളെ എന്തെങ്കിലും ഒരു അപഖ്യാതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യാറ്. നമ്മളുടെ സ്ഥാപനത്തിൽ ഈ എത്ര ആൾക്കാർ ഈ വനിതകളുണ്ട്, എത്ര ആൾക്കാർ? ഏതാണ്ടൊരു 80% എംപ്ലോയീസും വനിതകളാണ്. 75 to 80%. നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഡിസിഷൻ എടുത്തതാണോ? ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡിസിഷൻ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം അനേകർ ജോലി ചോദിച്ചു വരുന്നു. ഇപ്പോൾ വനിതകൾ പലരും, എത്രയോ പേര് വിധവമാരുണ്ട്, എത്രയോ പേര് സങ്കടപ്പെട്ട് കരയുന്ന മനുഷ്യരുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് എന്നെ ഒരു ലേഡി വിളിച്ചു എൻ്റെ നമ്പറിൽ, സാറേ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ജോലി തരാമെന്ന് ചോദിച്ചു. എൻ്റെ കോബ്രദർ അടുത്തിരിക്കേണ്ട, അദ്ദേഹം ചിരിക്കുക. ഞാൻ പറഞ്ഞു, കുഞ്ഞെ എവിടുന്നാണ് വിളിക്കണേ? പേഴയ്ക്കാപ്പള്ളി എന്നാ സാറേ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കുഞ്ഞിനെ അറിയാവുന്ന ഈ സ്ഥാപനം? അല്ല, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ജോലി ചോദിക്കണേ, അതിൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അവരോട് അന്നേരം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ HR വിളിക്കും എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ മനുഷ്യനല്ലേ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും അവർ ചോദിക്കുമ്പോൾ അവരോട് ആ ഒരിക്കലും ഒരു നിസ്സംഗ മനോഭാവം എൻ്റെ സംസാരത്തിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. മലയാളിയുടെ ഒരു വർക്കറിന്റെ ഗുണവും ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. എന്താണ് തോന്നിയിരിക്കണത്? എൻ്റെ സാറേ, മലയാളിയുടെ ഗുണം ദോഷം സാറേ എന്തോരം നേരോട് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. ഉള്ള സത്യം പറയണേ എന്ന് പറഞ്ഞാൽ മലയാളി അത്ര ഡെഡിക്കേറ്റഡ് ആണ്.
നമ്മൾ അവരെ ബോസ് കളിക്കാൻ പോകരുത്, ബോസ് കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ബോസ്. പക്ഷേ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? ഞാൻ ഒരാൾ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കും മാഡം? ഒരു ദിവസം 2 or 3 വേണം. എനിക്ക് 5000 കൂടുതൽ പല്ലുണ്ടാക്കണം, വിവിധ ടൈപ്പ് പല്ലുകൾ. അവരില്ലാതെ എനിക്ക് വളരാൻ പറ്റുമോ? സാറെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു കഴിവ് ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് അവരില്ലാതെ ഒരിക്കലും എനിക്ക് വളരാൻ കഴിയില്ല എന്നുള്ള എൻ്റെ മനസ്സിൽ രൂഢമൂലമായ ചിന്ത. ഞാനതുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരാണ് എന്നെ വലുതാക്കുന്നത്, ഞാൻ ഹൃദയാത്മന സമ്മതിക്കുന്നു. ഞാനുള്ളതുകൊണ്ടല്ല അവർ ജീവിക്കുന്നത്, അത് എനിക്ക് ഒരിക്കലും ചിന്ത വരാൻ പാടില്ല. എൻ്റെ മനസ്സിലെ ചിന്ത ഏതാ? ഞാൻ സ്ഥാപനം തുടങ്ങി, അതുകൊണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുത്തല്ലോ, അങ്ങനെ ചിന്തയില്ല എനിക്ക്. അവരെൻ്റെ കൂടി എനിക്ക് സഹായിച്ചുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പല്ലുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവരെ എല്ലാവരെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും, ഇപ്പം ഞാനൊരു ചായ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? താഴെ ക്യാൻറ്റീനിൽ പോകണമെന്നിരിക്കട്ടെ, എനിക്ക് പ്രത്യേകം ക്യൂ ഒന്നുമില്ല, എനിക്ക് പ്രത്യേക സ്ഥലത്ത് അവിടെ എടുത്തു വെച്ചിട്ടുമില്ല. ആ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്ന് ഞാനും ചായ കുടിക്കണം. ഞാൻ ചായ കുടിക്കണമെങ്കിൽ ഗ്ലാസ്സെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ചായ കുടിച്ച ഗ്ലാസ് ഞാൻ അത് എന്ത് ചെയ്യണം? ഞാനും കഴുകി അവിടെ കമത്തി വെക്കണം. പിന്നെ സോപ്പിട്ട് കഴുകാൻ ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ അവിടെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ കഴിക്കാൻ പോകണമെങ്കിൽ പ്ലേറ്റ് ഞാൻ തന്നെ ഭക്ഷണം വിളമ്പി എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് കഴുകി അവിടെ വയ്ക്കണം. ആർക്കും വന്ന്, ഡോക്ടേഴ്സുണ്ട് 30 പേര്, പക്ഷെ ആർക്കും വന്ന് ക്യൂ തെറ്റിച്ച് കയറാൻ പാടില്ല. എല്ലാം ഒരു തുല്യത പോലെ. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലേ ഉള്ളൂ GM-നും PU-നും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലാത്ത. എന്നെ പ്രത്യേകത എൻ്റെ മനസ്സിൽ ചിന്തയെന്ന് പറയും, സാറിന് ഇപ്പോൾ ഇവിടെ ജോലിയുണ്ട്, നാളെ ജോലി പോകില്ലെന്ന് പറയാൻ പറ്റും. എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് ബിസിനസ് പോകില്ലെന്ന് പറയാം, എനിക്ക് എൻ്റെ ബിസിനസ് പൊളിയില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ദുരിതം കണ്ടയാളാ. ആ കാര്യത്തിലെത്തി ഞാൻ പറയുകയാണെങ്കിൽ മാളിക മുകളിലിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടങ്ങ് ഇരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. ദൈവത്തിൻ്റെ കരുണ ഞാൻ ഇങ്ങനെയായി. ഞാൻ വലിയ അധ്വാനിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ തക്ക സമയത്ത് വിത്ത് വിതച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ പാകത്തിന് വലിയ അഹങ്കാരത്തോട് പറഞ്ഞ മനുഷ്യരുണ്ട്. ഞാൻ പറയട്ടോ, സാറ് ഇപ്പം ഞാൻ 2 ഷിഫ്റ്റ് ജോലി ചെയ്തല്ലേ ഉള്ളൂ, വേറെ എന്നെ ഞാൻ ചെയ്തേ? ഞാൻ 2 ഷിഫ്റ്റ് ജോലി ചെയ്താൽ അന്നത്തെ കാലത്ത് എനിക്ക് എൻ്റെ യജമാനിന് 750 രൂപ ശമ്പളം തന്നെ. അവസാനത്തെ ശമ്പളം 750 രൂപ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്. ഞാൻ 24 മണിക്കൂർ ചെയ്യാൻ പറ്റൂല എനിക്ക്. ഞാൻ 2 ഷിഫ്റ്റ് പണിയാണെങ്കിൽ എനിക്ക് 1500 രൂപയിലേക്ക് കിട്ടാൻ വകുപ്പുള്ളൂ. അല്ല, അന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഒരാളെ ഞാൻ 1 വർഷം മുമ്പ് എൻ്റെ യജമാനിന് ഒരിക്കലും സങ്കടം വരാനുള്ള ചിന്തയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ 1 വർഷം മുമ്പ് ഒരാളെ എടുക്കാൻ പറഞ്ഞു. ആളെ എടുപ്പിച്ചു, ഞാൻ തന്നെ മുൻകൈ എടുത്ത് എടുപ്പിച്ചു. എല്ലാ ജോലിയും ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ആവശ്യമുള്ള ഡെഞ്ചർ സെറ്റ് ചെയ്യുക, ടെമ്പററി പല്ലുണ്ടാക്കുക, മോഡൽ പോർ ചെയ്യുക, ഇംപ്രഷൻ മിക്സ് ചെയ്യുക, ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുക, എല്ലാം പഠിപ്പിച്ചു. ആ മനുഷ്യൻ 23 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 12,000 റുപ്പീസേ സാലറി ഉള്ളൂ. ചിന്തിച്ചു നോക്കി സാറ്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ 2 ഷിഫ്റ്റ് പണിയാണെങ്കിൽ 25,000 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഇനി രാത്രി മുഴുവൻ ഉറക്കളിച്ച് പണിയാണെങ്കിൽ ഒരു 40,000 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട് എനിക്കിന്നോ ദൈവമെല്ലാം തന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനം. എന്തിനകത്താണ് ഞെളിയാനും പുകഴാനും ഉള്ളത്? അതുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അവരെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. അവർ വലിയ സ്നേഹമാണ്. എന്നെ കാണുന്നത് തന്നെ അവർക്ക് വലിയ പറഞ്ഞു വരാം. ക്വാളിറ്റി അവരെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ആളുകൾ ഒരു കാര്യം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആരും ഒരു ഒരു ചതിക്കില്ലാത്ത ആൾക്കാരോടൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് ലോകത്ത് എവിടെ പോയാലും ഉണ്ടല്ലോ. പക്ഷേ മജോറിറ്റി ഞാൻ കണ്ടുവരുന്ന ആളുകൾ, നമ്മുടെ ആളുകൾ ആ ഒരു കാര്യം അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരിൽ നമുക്ക് ആ വിശ്വാസം അർപ്പിച്ചങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വന്തം പോലെ നോക്കി നടത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും വിദേശത്ത് ഞാൻ അവിടുന്ന് ഒരു ഒറ്റ എംപ്ലോയിനെ എടുത്തിട്ടില്ല. ന്യൂസിലൻഡിൽ ഇവിടുന്ന് ആളുകൾ വിട്ടേക്കുകയാണ്. ഇവിടുന്ന് മലയാളികൾ എടുത്ത് അവർക്ക് വിസ എടുത്ത് അവിടെ വിട്ടേക്കണേ. USA ആൾക്കാർ ഇവിടുന്നാണ് വിട്ടേക്കുന്നത്. UAE ആൾക്കാർ 23 പേര്, 20 കൂടുതൽ ആളുകളുണ്ട്. അവർ ഇവിടുന്ന് എടുത്താണ് വിട്ടേക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ UK ഇവിടുന്നാണ് വിസ കൊടുത്ത് ആളുകളെ വിട്ടേക്കുന്നത്. അല്ല, പെർമനന്റ് വിസ പതിയെ ആക്കിയെടുത്തു. അത് അവിടെ ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ നാളെ മാറിപ്പോകണം. അവർ പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർ പോവില്ല. അവരങ്ങനെ നന്ദിയിട്ട് നിന്നേട് കാണിക്കില്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും. നമ്മൾ ഇവിടുന്ന് വിട്ടേന്നും പറഞ്ഞ് നിയമപ്രകാരം ഒരു എംപ്ലോയിക്ക് എന്ത് കിട്ടണോ അത് കൊടുക്കാൻ ഏതൊരു ഒരു ഓൺട്രപ്രണറും തയ്യാറായിരിക്കണം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏത് എംപ്ലോയിന്നും ഞങ്ങൾക്ക് കോൺട്രാക്ട് എംപ്ലോയീസ് ഇല്ല, പെർമനന്റ് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. ESI
PF, ഗ്രാറ്റുവിറ്റി, ബോണസ്, പിന്നെ എന്താണ്, അങ്ങനെയുള്ള എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. എല്ലാം ഇന്ന് വരെ ഒരിക്കലും കൊടുക്കേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടോ, ഞാനൊരു എംപ്ലോയി ആണെങ്കിലോ ഞാൻ അങ്ങനെ ചിന്തിക്കും. എൻ്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ, സാറിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. കാരണം അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണ്ടേ. 9 മണിക്കൂർ, ആ 9 മണിക്കൂറിന് 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പാടില്ല. നിന്നാൽ മിനിമം അരമണിക്കൂർ ജോലി കഴിഞ്ഞ് എന്ത് എടുത്തോളണം, എക്സ്ട്രാ പൈസ കൊടുത്തോളണം. ഇപ്പോൾ SAP കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ അവന് കുറച്ച് നേരത്തെ വന്നൊന്നും അകത്ത് കയറാൻ പറ്റില്ല. അത് കയറിയാൽ അവൻ്റെ പഞ്ചിങ് ആവില്ല. അവൻ ലേറ്റായി പോയി കഴിഞ്ഞാലും അവൻ്റെ പഞ്ചിങ് ആവില്ല. പിന്നെ നാഷണൽ ഹോളിഡേയ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ്, അതെല്ലാം ഇരട്ടി പൈസയും ഒരു അവധിയും കൊടുക്കണം. അങ്ങനെയാണ് റൂള്. അതങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കൊടുത്താൽ പോകണം. നാളെ വരെ അങ്ങനെ കൊടുക്കാണ്ടിരുന്നില്ല ഒരാൾക്ക് പോലും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാൻ വഴക്കൊക്കെ പറയുമായിരുന്നു, ഒരിക്കലും ഒരു എംപ്ലോയിന്, ആരും താഴെയുള്ള ഒരു എംപ്ലോയിന് വഴക്ക് പറയാൻ പാടില്ല. വഴക്ക് പറയാം, പരസ്യമായിട്ട് വഴക്ക് പറയാൻ പാടില്ല, വേറെ ആൾ കേൾക്കാൻ പാടില്ല. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യണോ, സകലമായ ആളുകളും കേൾക്കുകയും ചെയ്യണം, കൈയടിപ്പിക്കുകയും ചെയ്യണം. ഇതൊക്കെ വരുമ്പോൾ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് എല്ലാവരുമായിട്ട് സ്നേഹം. മലയാളിയെ സംബന്ധിച്ച് മലയാളി ഒരു കാര്യം കണ്ണുമടച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവർ സ്വന്തം പോലെ നോക്കിക്കൊള്ളും. അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടണം, അവർക്ക് അതിൻ്റെ ഇൻക്രിമെൻ്റ് സമയത്ത് കൊടുക്കും, അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതായ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അവരും നമ്മളോടൊപ്പം വളരുകയാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകണം. സാധാരണ ഇതിൽ 10% ആണ്. പിന്നെ എംപ്ലോയീസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബേസിക് എന്താണ് ക്വാളിഫിക്കേഷൻസ്? പല ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ട്. ഇപ്പൊ കാഡ് ഡിസൈനേഴ്സ് ആണെങ്കിൽ അവർ ബിടെക് കഴിഞ്ഞ് ധാരാളം പേരുണ്ട്. പിന്നെ ഈ ആനിമേഷൻ കോഴ്സ് അതൊക്കെ കഴിഞ്ഞവരുണ്ട്. കമ്പ്യൂട്ടറിൽ പരിചയമുള്ളവർക്ക് CAD ഡിസൈൻ നല്ല അവസരങ്ങളുണ്ട്. പിന്നെ സാധാരണ ഒരു പല്ലുണ്ടാക്കണ എംപ്ലോയിക്ക് ബ്രഷ് വെച്ച്, ഞാൻ എല്ലാ ദിവസവും പല്ല് ബ്രഷ് വെച്ച് ചെയ്യണയാളാണ്. മറ്റേ ഒരു ബ്രഷ് ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള, പോർസിലിൻ ബ്രഷ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ബേസിക് ക്വാളിഫിക്കേഷൻ 12th പാസ്സാവണം എന്നാണ്. 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു മനസ്സിൽ ആ ഉത്സാഹം ഉണ്ടെങ്കിൽ. ഇതെല്ലാം ഒരു ആർട്ട് വർക്ക് ആയതുകൊണ്ട് അതെല്ലാം ഇരുന്ന് കൃത്യതയോടെ ചെയ്താൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പല്ലുണ്ടാക്കി വരുന്നതിന് 30 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഒരു പല്ലുണ്ടായി വരുന്നത്. ഒരു ദിവസം വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു മോഡൽ പോറിങ് മുതൽ ഓരോന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാസ്റ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, വാക്സിംഗ് ഉണ്ട്, മെറ്റൽ ഗ്രൈൻഡിങ് ഉണ്ട്, മെറ്റൽ മൈക്രോബാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, മെറ്റൽ ഫിനിഷിംഗ് ഉണ്ട്, ഒപ്പേക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊക്കെ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ലെയറിങ്, ലെയർ ബൈ ലെയർ ആയിട്ട് സെറാമിക് ലെയർ ചെയ്യുന്നു. ആദ്യം ഒരു ബേസ് ലെയർ ചെയ്യുന്നു, സെർവിക്കൽ പാർട്ടിൽ മാത്രം ഒരു ലെയർ ചെയ്യുന്നു, പിന്നെ ഡെൻറ്റിൻ മുഴുവൻ കംപ്ലീറ്റ് കവർ ചെയ്ത് വയ്ക്കുന്നു, പിന്നെ അതിൻ്റെ പുറത്ത് ഇനാമിൽ വയ്ക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം. ഇപ്പോൾ ഒരു പല്ല് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കുമ്പോൾ, ഒരു ലേമൻ നോക്കുമ്പോൾ ഒരിക്കലും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ കളറുണ്ട്, എവിടെയാണ് ട്രാൻസ്ലൂസൻസി, എവിടെയാണ് ബ്ലൂയിഷ്നെസ്, എവിടെയാണ് ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത്, എവിടെയാണ് യെല്ലോയിഷ് കൂടുതലുള്ളത്, എവിടെയാണ് ഏത് സ്റ്റെയിനായിട്ട് കൊടുക്കേണ്ടത്, അതെല്ലാം ഞങ്ങൾക്ക് നാളുകൾ കൊണ്ട് പരിചയമുണ്ട്. അത് ആർക്കും പരിചയം കിട്ടും. എല്ലാം ഉണ്ട്. ബിടെക്കുകാരും MTechകാരും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ വളരെ പരിചയസമ്പന്നരായ MBA കഴിഞ്ഞ് എന്തുമാത്രം ആളുണ്ട്. 500 പേരുണ്ട് മാർക്കറ്റിങ്ങിൽ.